മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെങ്കിലും വിളിച്ചു പോകുന്നത് കേട്ട് തീരുമാനമെടുക്കുന്ന പാർട്ടിയല്ല CPIM എന്ന് മുഖ്യമന്ത്രി പറയുന്നു. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുൻപേ അൻവർ പ്രത്യേക അജണ്ടയുമായി ഇറങ്ങി. വർഗീയത പടർത്താനുള്ള ശ്രമം ജനം തിരിച്ചറിയണം. സ്വർണ്ണക്കടത്തിന് എതിരായ നടപടിയിൽ ചിലർക്ക് പൊള്ളുന്നത് എന്തിനാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതെങ്കിലും ജില്ലയെയോ മതവിഭാഗത്തെയോ അപമാനിക്കുന്ന പരാമർശം താൻ നടത്തിയിട്ടില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. അഭിമുഖം പ്രസിദ്ധീകരിച്ചതിൽ വീഴ്ച സംഭവിച്ചതായി ദ ഹിന്ദു ദിനപത്രം സമ്മതിച്ചു. എന്നിട്ടും തെറ്റായ പ്രചാരണം നടക്കുന്നു എന്നിങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതികരണം. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രി? ഷഹദ്, ഉന്മേഷ, സമീപകാലത്ത് മുഖ്യമന്ത്രി നടത്തിയ, അതായത് കേരളം ഉറ്റുനോക്കിയ ഒരു പ്രസംഗമായിരുന്നു ഇതിപ്പോൾ ഇവിടെ കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി PV അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പുതുതായി പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയിട്ടുള്ള ഇന്റർവ്യൂ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ. ആ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിലേക്ക്, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ ഡൽഹിയിൽ വെച്ച് നൽകിയ ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ താൻ പറയാത്ത കാര്യങ്ങൾ, അതിൽ PR ഏജൻസി പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അത് ഹിന്ദുവിന് ആ തെറ്റ് മനസ്സിലായെന്നും ഹിന്ദു ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് താൻ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പത്രം തന്നെ ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടും ഇപ്പോഴും അതും പൊക്കിപ്പിടിച്ച്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ MLA കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ആരോപണം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PV അൻവർ MLA പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം കരിപ്പൂർ എയർപോർട്ട് അത് കോഴിക്കോട് ജില്ലയുടെ, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ പേരിൽ എടുക്കുന്ന കേസുകൾ മുഴുവൻ മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്ത് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന തരത്തിൽ തെറ്റായ പ്രചരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും പോലീസും ശ്രമിക്കുന്നത് എന്നതായിരുന്നു PV അൻവർ MLA കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി, 2000 മുതൽ 2021, 22, 23, 2024 വർഷം വരെയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ, അതുപോലെ തന്നെ ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ നിരത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നും അക്കമിട്ട് നിരത്തുകയായിരുന്നു മുഖ്യമന്ത്രി ഈ വേദിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഇതെല്ലാം കണക്കാണ്, ഇതെല്ലാം വസ്തുതകളാണ്. അതിനെ ആർക്കും തന്നെ മറച്ചു വെക്കാനാകില്ല, അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനുമാകില്ല. കാരണം ഇതെല്ലാം തന്നെ രേഖകളായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരക്കാരെ എന്ത് ചെയ്യണം എന്നായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചിരുന്നത്. ഇത്തരം ഈ സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ ഹവാല പണമിടപാട് നടത്തുന്ന ആളുകളെ അപ്പോൾ അറസ്റ്റ് ചെയ്യണ്ടേ? അത്തരം ആളുകൾ ചെയ്യുന്നത് രാജ്യത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എന്ന് അവർ പ്രശംസിക്കുകയാണോ വേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി കടന്നിട്ടുണ്ടായിരുന്നത് PV അൻവർ MLA ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് ADGP MR അജിത് കുമാറിനും P ശശിക്കുമെതിരെ ഈ അൻവർ നൽകിയിട്ടുള്ള പരാതി, ഈ പരാതികളൊന്നും തന്നെ സർക്കാർ അവജ്ഞതയോടെ തള്ളിക്കളയുകയല്ല ചെയ്തത്. മറിച്ച് ഒരു MLA എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ ഓരോ ആരോപണങ്ങളും ഗൗരവത്തോടെ എടുക്കുകയും അതിൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ തീരുമാനത്തിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ MLA, അതായത് PV അൻവർ സ്വന്തം നിലപാട് സ്വീകരിക്കുകയും പലതരത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല. മാത്രവുമല്ല, ഇത്തരം നിലപാടുകൾ, അതായത് PV അൻവർ MLA മുൻവിധിയോടുകൂടി സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടിനെ ഒന്നും തന്നെ പറയാനില്ല. മാത്രവുമല്ല, ഈ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് വായിൽ തോന്നിയത് വിളിച്ചു കൂവിയാൽ അതിന്റെ ഭാഗമായി തീരുമാനമെടുക്കുന്ന പാർട്ടിയല്ല CPIM. ഗൂഢലക്ഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിൽ നോക്കുന്നതാണ് നല്ലത്. വർഗീയതയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ PV അൻവർ MLA ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇത് അതിന് പറ്റിയൊരു വേദിയല്ല. തുടർ കാര്യങ്ങൾ, അതായത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും എന്നും മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും PV അൻവർ MLA
കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നടത്തുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ വെച്ച് മറുപടി പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട് ഉയർത്തിവിട്ട ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്. ശഹദ്രകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഹിന്ദു അഭിമുഖത്തിലും പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിലും മുഖ്യമന്ത്രിയുടെ മറുപടി.